ഹായ് ഓൾ, എല്ലാവർക്കും എ ആർ ജുവാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗരുഡൻ എന്ന സിനിമ കണ്ടു. ആ ഒരു സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഗരുഡൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് നാൾ മുമ്പ് നമുക്ക് മലയാളത്തിൽ ഗരുഡൻ എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു പടമല്ല, ഇതൊരു തമിഴ് പടമാണ്. ഈ ഒരു സിനിമയുടെ നായകനായിട്ട് വരുന്നത് സൂര്യയാണ്. അതേ കണക്ക് നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഒരു പ്രധാന കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ട്. എന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാനായിട്ട് എന്നെ ഹഠാതെ ആകർഷിച്ച ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വെട്രിമാരനാണ് ഈ ഒരു സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. അതേ കണക്ക് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ RS ദുരൈ സെന്തിൽകുമാറാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. പക്ഷേ ഈ ഒരു സിനിമ നമ്മൾ കണ്ണും പൂട്ടിയിട്ട് ഈ ഒരു സിനിമയുടെ ഡയറക്ടറുടെ പേര് നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് കാണാതിരിക്കുകയാണെങ്കിൽ ഇതൊരു പക്ക വെട്രിമാരൻ പടമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഡയറക്റ്റ് ചെയ്തത് വെട്രിമാരനാണെന്ന് തന്നെ തോന്നുന്ന രീതിയിലുള്ളൊരു പക്ക വെട്രിമാരൻ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ് ഈ ഒരു സിനിമ ഉടനീളം പിടിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ പ്രധാന കഥാപാത്രം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നായക കഥാപാത്രം അത് സൂര്യയാണ്. നമുക്കറിയാം അദ്ദേഹം കോമഡി ക്യാരക്ടേഴ്സിലൂടെയാണ് ഇങ്ങനെ എന്താ പറയുന്നത് അറിയപ്പെടുന്നത്. അദ്ദേഹം നല്ല കിടിലനായിട്ട് കോമഡിയനായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായിട്ട് സീരിയസ് റോൾസാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പടത്തിലും ഒരു പവർഫുൾ നായകനായിട്ട്, അതായത് ശക്തി കൊണ്ട് പവർഫുള്ളായിട്ടുള്ള ഒരു നായകനായിട്ട് തന്നെയാണ് സൂര്യ ഈ ഒരു സിനിമയിൽ വരുന്നത്. ഒരു ക്ഷേത്രവും അതിനെ ചുറ്റിയുള്ള 2 കുടുംബങ്ങൾ, അത്തരത്തിൽ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഇതിനുള്ളത്. പക്ഷേ ഈ ഒരു സിനിമ ഡയറക്ടറുടെ പേര് നമ്മൾ അറിയാതിരുന്നാൽ പക്ക ഒരു വെട്രിമാരൻ പടമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന വെട്രിമാരൻ സ്റ്റൈലിലുള്ള ഒരു പടമാണ് ഗരുഡൻ. സൂര്യയുടെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. ഒരു നായകന് വേണ്ട ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും മാസ് സീൻസും ആക്ഷൻ സീൻസും എല്ലാം ഗംഭീരമായിട്ടാണ് സൂര്യ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കണക്ക് സെൻറ്റിമെൻ്റൽ സീൻസ് ആയാലും എല്ലാത്തിലും സൂര്യ കസറിയിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദനും ശശികുമാറും ഒരു സെൻട്രൽ ക്യാരക്ടേഴ്സ് സൂര്യോളം തന്നെ പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സാണ് ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ മുൻപുള്ള പടങ്ങളിലൊക്കെ ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഡയലോഗ് ഡെലിവറിയിലൊക്കെ കുറേ പ്രോബ്ലംസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ജയ് ഗണേഷിനൊക്കെ പക്ഷേ അദ്ദേഹം ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കും തമിഴ് ഡയലോഗ് ഡെലിവറി എല്ലാം പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയെ സ്ക്രീനിൽ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പുള്ളിയുടെ ജയ് ഗണേഷ് എന്ന സിനിമയിലെ സെയിം ലുക്കാണ് ഈ ഒരു സിനിമയിലും പിടിച്ചിരിക്കുന്നത്. പക്ഷേ രണ്ട് ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡുള്ള ക്യാരക്ടേഴ്സാണ്. അത് നല്ല ഭംഗിയായിട്ടാണ് ഉണ്ണിമുകുന്ദൻ ചെയ്തിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട എന്നല്ല, ഈ ഒരു സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ചെയ്തിരിക്കുന്നത്. അത് നല്ല ഗംഭീരമായിട്ട് ചെയ്തു വച്ചിട്ടുമുണ്ട്. പിന്നെ ഉള്ളത് ശശികുമാറും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ആയാലും ആ ഒരു ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ആ ഒരു ക്യാരക്ടർ ശശികുമാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ് നമ്മുടെ മലയാളത്തിൽ നിന്ന് ശിവതയൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ ഈ ഒരു സിനിമ ഒരു ടിപ്പിക്കൽ വെട്രിമാരൻ സ്റ്റൈൽ ഓഫ് കഥ പറച്ചിലാണ് ഈ ഒരു സിനിമയ്ക്ക് ഉള്ളത്. ഒരു റൂറൽ ആക്ഷൻ സിനിമ എന്ന് നമുക്ക് ഈ ഒരു സിനിമ വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം. ഒരു വില്ലേജിൽ നടക്കുന്ന പ്രശ്നങ്ങളും 2 കുടുംബങ്ങൾ തമ്മിലുണ്ടാകുന്ന, അതായത് ഉണ്ണിമുകുന്ദൻ്റെയും ശശികുമാറിൻ്റെയും കുടുംബങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ളൊരു കഥ പറച്ചിലാണ് ഈ ഒരു സിനിമയിൽ ഉള്ളത്. ഇടയ്ക്കൊക്കെ രാഷ്ട്രീയം വന്നു പോകുന്നുണ്ട്, ജാതിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കഥയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്താണ് ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. എനിക്കിഷ്ടപ്പെട്ടു പടം. നല്ല ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നൽകുന്നുണ്ട്. അങ്ങനെ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകാനായിട്ടുള്ളൊരു പ്രധാന കാരണം അത് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു സ്റ്റാറായിട്ട് നിൽക്കുന്നത് ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും യുവൻ ശങ്കർ രാജ തകർത്തിട്ടുണ്ട്. വേറെ ലെവലായിരുന്നു. ഈ ഒരു സിനിമയുടെ യഥാർത്ഥ സ്റ്റാർ അത് യുവൻ ശങ്കർ രാജയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഗംഭീരമായിരുന്നെന്നും പറഞ്ഞാൽ അത് കുറഞ്ഞു പോവും. ഇൻ്റർവെൽ പഞ്ചിന് തിയേറ്റർ കിടന്ന് കുലുങ്ങുമായിരുന്നു. അമ്മാതിരി ഒരു ഗൂസ് ബംസ് വരുന്ന രീതിയിലൊരു സാധനം അങ്ങ് പടച്ചു വിട്ടേക്കുവാണ്. ഗംഭീരമായിട്ട് ഇൻ്റർവെൽ പഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ലെവലാക്കിയത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. പിന്നെ സൂര്യയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എല്ലാവരും പക്കയായിട്ട് വന്നിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ആയാലും കിഡിലിനായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഒരു 2 സോങ്സ് ഉണ്ട്. അതിനകത്തൊന്ന് ഒരു ലവ് ട്രാക്കാണ്, ഒരു റൊമാൻറ്റിക് സാധനം. സൂര്യയും നായികയായിട്ടുള്ളത്, നായികയുടെ പേര് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു സോങ് കേൾക്കാനായിട്ട് നമ്മൾ 2000-ലും 2010-നും ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകളിലെ ഒരു ലവ് സോങ്, അത്തരത്തിലുള്ളൊരു വൈബാണ് ആ ഒരു സോങ് നൽകിയത്. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സോങ്സും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് സമ്മാനിച്ചത് ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് യുവൻ ശങ്കർ രാജയാണ് ഈ ഒരു സിനിമയുടെ യഥാർത്ഥ സ്റ്റാർ. ഒരു ലെവലും കൂടി ഈ ഒരു സിനിമയെ കയറ്റി വയ്ക്കുന്നത് ഈ ഒരു യുവൻ ശങ്കർ രാജയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. വേറെ ലെവലായിട്ട് തകർത്തിരിക്കുവാണ്. കിടിലനായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്.
വേറെ ലെവലായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഈ ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ട് മാറിയത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്സും ആണ്. മൊത്തത്തിൽ ഈ ഒരു സിനിമ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. എല്ലാം കൂടി ചേരുമ്പോഴത്തേക്ക് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, ഇപ്പം സൂര്യ ആയാലും ശശികുമാർ ആയാലും ഉണ്ണിമുകുന്ദൻ ആയാലും എല്ലാവരും നല്ല രീതിയിൽ ഒരു കിടിലൻ പെർഫോമൻസ് ആണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ സമുദ്രകനി ഈ ഒരു സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പുള്ളിയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതാണ് എല്ലാവരും അഭിനയിച്ച എല്ലാവരും പക്കയായിരുന്നു. ആരും ഇങ്ങനെ വെറുപ്പിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശിവദ, മലയാളത്തിൽ നിന്ന് ശിവദ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഡീസൻറ്റ് അല്ലെങ്കിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു സിനിമയുടേത്. ഒരു ടിപ്പിക്കൽ വെട്രിമാരൻ ടച്ചിലാണ് ഈ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. അതായത് ഒരു യജമാനൻ, അതാണ് ഒരു അടിമ. വെട്രിമാരൻ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ്. പിന്നെ അടി ഇടി സംഭവങ്ങൾ, ട്രാജഡി, അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് ഈ ഒരു സിനിമയും, അതും വില്ലേജിൽ നടക്കുന്ന കാര്യങ്ങൾ, അതേ കണക്കാണ് ഈ ഒരു സിനിമയും മൊത്തത്തിൽ പോകുന്നത്. പക്ഷെ മൊത്തത്തിൽ കണ്ടിരിക്കാനായിട്ട് ഒരു രസമുള്ളൊരു പടം. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മികച്ചതാക്കുന്നത് യുവൻ ശങ്കർ രാജയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സംഭവങ്ങളും ഒക്കെയാണ്. അത് കണക്ക് ആക്ടേഴ്സ് എല്ലാവരും കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പടം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും കണ്ടിരിക്കാനായിട്ട് ഒരു രസം തോന്നി. അങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ സ്പീഡി ആയിട്ട് പോകുന്ന സ്ക്രീൻ പ്ലേ, അങ്ങനെ മൊത്തത്തിൽ കണ്ടിരിക്കാൻ രസമുള്ള ഒരു ആക്ഷൻ പടം. അതാണ് ഗരുഡൻ. എനിക്കൊരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഗരുഡൻ സമ്മാനിച്ചത്. ഓക്കെ, അതിനകത്ത് സ്പെഷ്യലായിട്ടുള്ള ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ടല്ലോ. ആക്ഷൻ സീൻസിലൊക്കെ സൂര്യ അടിപൊളിയായിട്ടുണ്ട്. ഒരു ഹീറോയ്ക്ക് വേണ്ട എല്ലാ ആറ്റിറ്റ്യൂഡും സൂര്യയ്ക്കുണ്ട്. ആക്ഷൻ സീൻസിൽ നമ്മൾ വിജയ് ഒക്കെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അത്തരത്തിലൊരു എന്താ പറയുന്ന ഒരു മാസ്സായിട്ടുള്ളൊരു ഫീല് സൂര്യക്ക് തരാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ ഒരു സിനിമ ഒരിക്കൽ കൂടി തെളിയിക്കുന്നുണ്ട്. പുള്ളി ഗംഭീര ആക്ടറാണ് കേട്ടോ. എല്ലാം ചെയ്യാനായിട്ട് പറ്റും. കോമഡി, ഇത് കണക്ക് ആക്ഷൻ സീൻസ് ആയാലും സെൻറ്റിമെൻറ്റ്സ് ആയാലും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സൂര്യക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി എല്ലാവരും, ഉണ്ണിമുകുന്ദനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നല്ല കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. കൊള്ളാവുന്ന ഒരു ആക്ഷൻ പടം. തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്.